ഇപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് 23,000 വോട്ടിൻ്റെ മാറ്റമാണുള്ളത്. 25,000 വോട്ടിൻ്റെ. അന്നൊരു പ്രശ്നമുള്ളത് സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയാൽ പകരം കയറ്റാൻ കോൺഗ്രസേ ഉള്ളൂ എന്നുണ്ടായിരുന്നു രാഹുലിന്റെ ലീഡർഷിപ്പിൽ ആ കാലഘട്ടത്തിൽ. പക്ഷെ ഇപ്പോൾ സംഘപരിവാറിനെ താഴെ ഇറക്കിയാൽ പകരം ഇന്ത്യ മുന്നണിയാണ് കയറാൻ പോകുന്നത്. ആ ഇന്ത്യ മുന്നണിയിൽ CPM-ഉം CPI-യും ലീഗും കോൺഗ്രസും എല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കും. അപ്പോൾ അതിൽ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്ന് മത്സരിക്കുന്നതാണ് ദേശീയ തലത്തിൽ കൂടുതൽ പ്രാധാന്യം. കാരണം അതിൽ തന്നെ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസും LDF-ഉം ഒക്കെ ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ പ്രബലമായ ഘടകം LDF ആണ്. കാരണം മോഡി പറയുന്നതും സംഘപരിവാർ പറയുന്നതും പലതും തന്നെ ഇന്ത്യ മുന്നണിയിലെ ചില ദേശീയ പാർട്ടികളൊക്കെ പറയുന്നത് കേൾക്കാം, ആവർത്തിക്കുന്നത് കേൾക്കാം. അങ്ങനെ വന്നാൽ അതൊക്കെ ഒരേ തൂവൽ പക്ഷികളാണെന്ന് ചിലപ്പോൾ വിലയിരുത്തപ്പെട്ടേക്കാം. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ കേശഹംസ പറയുന്ന രാഷ്ട്രീയം ദേശീയ തലത്തിൽ ഇടതുമുന്നണി എന്തുകൊണ്ട് വേണം എന്ന രാഷ്ട്രീയത്തെയാണ് കേശഹംസ പ്രതിനിധീകരിക്കുന്നത്. ഇനി ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യം. കേശഹംസ ഇടതുമുന്നണിയിലേക്ക് വരുന്നതിന് മുമ്പ് ലീഗിലായിരുന്നുവെന്നും ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹി തന്നെയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലീഗിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ളൊരു കാരണമുണ്ടല്ലോ. അന്ന് താങ്കൾ ലീഗ് നേതൃത്വത്തിനെതിരെ ഉയർത്തിയ വിമർശനങ്ങൾ, ജില്ലാ കൗൺസിലുകളിലടക്കം താങ്കളുടെ പേര് പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, ഇതെല്ലാം അവിടെ നിൽക്കുമ്പോഴും ഇപ്പോഴും ലീഗിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ET മുഹമ്മദ് ബഷീർ, അബ്ദുൽ സമദ് സമദാനിക്ക് അപ്പുറത്തേക്ക് ഒരു നേതൃത്വത്തെ കണ്ടെത്താൻ അവർക്ക് പറ്റുന്നില്ല. ലീഗിൽ കാര്യമായൊരു മൂല്യച്യുതിയുടെ ഒരു കരാളഹസ്തത്തിലാണ്, ഒരു നീർച്ചുഴിയിലാണ് ആ പാർട്ടി ഇപ്പോൾ നിലനിൽക്കുന്നത്. മൂല്യച്യുതിയാണുള്ളത്. ലീഗിനെ കുറ്റം സ്റ്റേറ്റ് ചോദിച്ചാൽ ശ്രീ കേശഹംസ, താങ്കൾ പാർട്ടിയിൽ നിന്ന് പുറത്തു വരാനുള്ള സാഹചര്യമുണ്ട്? സത്യത്തിൽ പറഞ്ഞാൽ ഹൈദരലി ശിഹാബ് തങ്ങളെ ED ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിച്ച പാർട്ടി യോഗത്തിൽ ഉന്നയിച്ച പ്രശ്നങ്ങളാണ്. ഹൈദരലി തങ്ങളെ ED ചോദ്യം ചെയ്തിരുന്നു. ഹൈദരലി തങ്ങളെ ED ചോദ്യം ചെയ്തു. എന്തിന് ചോദ്യം ചെയ്തു? 10 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടിന് ചോദ്യം ചെയ്തു. ചന്ദ്രിക പത്രത്തിലേക്ക് അദ്ദേഹം, ആ മഹാനായ മനുഷ്യൻ ഇതൊന്നും അറിയാനുമില്ല. ഹൈദരലി തങ്ങളുടെ പേരിൽ മറ്റു ചിലർ നടത്തിയ ക്രമക്കേടാണ്. അദ്ദേഹമാണ് ചന്ദ്രിക പത്രത്തിന്റെ വേണ്ടി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് അക്കൗണ്ട് ഉള്ളത്. അതിൽ ഒരു ദിവസം നോട്ട് നിരോധന കാലഘട്ടത്തിൽ 10 കോടി രൂപ ഒന്നിച്ചുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഒപ്പിട്ട് ചെക്ക് മാറ്റി കൊണ്ടുവന്നു. അതിന് പിന്നിൽ ആരെന്നാണ് താങ്കൾ കരുതുന്നത്? അത് ആരെന്ന് ഞാനിപ്പോൾ പറയുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാവരും മറ്റൊരു മനസ്സിലാക്കിക്കൊള്ളും. സൂചനകളൊക്കെ കൊടുക്കാം, ബാക്കി മനസ്സിലാക്കിക്കൊള്ളും. അതായത് 10 കോടി രൂപ പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. അപ്പോൾ ലീഗിന്റെ പാണക്കാട് തങ്ങളുമായിട്ടുള്ള ബന്ധം വൈകാരികമായ ബന്ധം കൂടിയാണ്, രാഷ്ട്രീയ ബന്ധത്തിനും അപ്പുറം ഒരു ആത്മീയ ബന്ധം കൂടിയാണ്. അപ്പോൾ പാണക്കാട് തങ്ങളെ തന്നെ ED ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ആൾ ഇപ്പോഴും ആ ലീഗിൽ വളരെ പ്രാധാന്യം തുടരുന്നുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തോട് പറയണം നമ്മൾ. അല്ല, അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ പണാധിപത്യം അല്ലെങ്കിൽ മൂലധന ശക്തികൾ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമുണ്ട് ഇപ്പോൾ. ഞാനൊരു ദുഃഖവാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കട്ടെ. ഇപ്പോൾ വാണിജ്യ പാചകവാതക വില വീണ്ടും വർദ്ധിച്ചു. ഗ്യാസ് വില വർദ്ധിച്ചു കേട്ടോ. രാവിലെ ഹാപ്പി ആയിട്ട് നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുട്ടപ്പത്തിരിയുടെ വിലയും കൂടും, ചായയുടെ വില കൂടും അല്ലേ? ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ വേണമായിരുന്നോ സർക്കാരെ എന്നേ നമുക്ക് ചോദിക്കാനുള്ളൂ.